ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൗനരാഗം സീരിയലിലെ നാളെ നടക്കാൻ പോകുന്ന നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ കിരണിന്റെ കൈ കൊണ്ടിട്ടാണ് ഗംഗപ്രസാദ് മരിച്ചെന്ന് എല്ലാവരുടെ വിശ്വാസം. പക്ഷെ അത് കിരണല്ല, നമ്മുടെ മനോഹറാണ് കേട്ടോ തലക്ക് ഗംഗയടിച്ചത്. അതിനുശേഷം കിരണും വേലും രതീഷും കൂടി ചേർന്ന് പായയില് നന്നായിട്ട് കെട്ടിമുറുക്കി ഒരു മൂലക്ക് വെക്കുന്നുണ്ട്. കിരൺ പറയുന്നുണ്ട്, ഇപ്പൊ പെണ്ണും ചെറുക്കനും പോകുന്ന സമയമായിരിക്കും, അവര് പോകുന്നവരെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കണിപ്പോ മരിച്ച കാര്യം ആരും അറിയാതിരിക്കണേ നല്ലത്. നിങ്ങളൊരു കാര്യം ചെയ്യും, എന്റെ വണ്ടി ഞാൻ പുറകിലേക്ക് ഇട്ട് തരാം. രതീഷ് വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വീടിന്റെ പിന്നാമ്പുറത്ത് കൊണ്ടുപോയി വെച്ചാൽ മതി, ഞാനും കൂടി വന്നിട്ട് കുഴിച്ചിടാന്ന് പറയാണ്. ശരി എന്ന് രതീഷ് പറയുന്നുണ്ട്. അങ്ങനെ കിരണും രതീഷും വേലും കൂടി ചേർന്നിട്ട് ഗംഗപ്രസാദ് ഡെഡ് ബോഡി ആ പായൽ മടക്കി കെട്ടിയത് വണ്ടിയുടെ ഡിക്കിയിൽ വെച്ചിട്ട് ലോക്ക് ചെയ്യാട്ടോ. അതായത് ഇനിയിപ്പോ വേറെ ആയുമ്പോൾ ലോക്ക് തുറക്കണ്ട വെച്ചാൽ ലോക്ക് ഒക്കെ ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പക്ഷെ അവര് പായ ഒടിച്ചിട്ട് അവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ടാണ് വീണ്ടും പായ എടുത്തിട്ട് വെക്കുന്നത്. പക്ഷെ ആ പായ രണ്ടാമത് എടുത്തപ്പോഴേക്കും ഇത്തിരി കനം കുറഞ്ഞ പോലെ തോന്നിയില്ലേ? എനിക്ക് ഗംഗപ്രസാദ് മരിച്ചിട്ടില്ലതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അങ്ങനെ ഡിക്കിയിലേക്ക് വെക്കുന്നുണ്ട്. വെച്ചതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ കിരണ് വേഗം ഓഡിറ്റോറിയത്തിലേക്ക് വരുമ്പോ കല്യാണം ചോദിക്കണ്ട, എന്താ കിരണേട്ടാ ആകെ ഒരു വെപ്രാളവും പരവേശം പോലെ, എന്തേലും ഉണ്ടോ, എന്തേലും പറ്റിയോ, എന്തേലും ഉണ്ടെങ്കിൽ പറ തുറന്ന്, എന്ത് പ്രശ്നങ്ങളും ഉണ്ടോ? ഗംഗ അവനെങ്ങനെ ഇവിടെ വന്നിരുന്നോ? എന്റെ മനസ്സ് പറയുന്നു അവൻ ഇവിടെ വന്നോന്ന്. സത്യമാണോ കിരണേട്ടാ അവൻ ഇവിടെ വന്നോ എന്ന് ചോദിക്കുമ്പോ, കല്യാണി നീ അതൊക്കെ വിട്, അവനിവിടെ വരുകയോ വരാതിരിക്കയോ എന്ത് വേണം ചെയ്യട്ടെ, കല്യാണം കഴിഞ്ഞില്ലേ? അല്ല കിരണേട്ടാ, കല്യാണം കഴിഞ്ഞാൽ നമ്മൾ പേടിക്കണ്ടേ? ഇനി അങ്ങോട്ട് ജീവിക്കേണ്ടത് കാർത്തികേച്ചും ദിലീപേട്ടനല്ലേ? അവരിവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ ഗംഗ ജീവനോടുണ്ടെങ്കിൽ പറ്റില്ലല്ലോ. ഇതേ കല്യാണി, ഞാൻ നിനക്കൊരു ഉറപ്പ് തരാം, ഗംഗയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കിരണേട്ടനാ അങ്ങനെ പറഞ്ഞത്, അതിന്റെ അർത്ഥം എന്താ? ഗംഗ ഇനി ജീവനോടെ ഇല്ലെന്നാണോ? കല്യാണി നീ ഇപ്പൊ ഒന്ന് ചോദിക്കല്ലേ? ഇപ്പൊ കല്യാണം കഴിഞ്ഞ് അവര് സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകാൻ പോണാണ്. ആ സമയത്ത് നീ ഇങ്ങനത്തെ ചോദ്യം ഒന്നും ചോദിക്കല്ലേ എന്ന് കിരൺ പറയുന്നുണ്ട്. അതിനുശേഷം കാർത്തികയും അതുപോലെ തന്നെ ദിലീപും വിവാഹം കണ്ട് ഊണിനേക്ക് ഇരിക്കുകയാണ്. അപ്പോ കിരൺ പറയുന്നുണ്ട് വേലുവിനോടും അതുപോലെ തന്നെ രതീഷിനോടും, എന്തായാലും വണ്ടിയിൽ ഡിക്കിയിൽ വെച്ചല്ലോ, നമുക്ക് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട് അവരെയും വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പൊ അമല് വേലുവിനോട് ചോദിക്കുന്നുണ്ട്, വേലുവേട്ടാ കല്യാണം നടക്കുന്ന സമയത്ത് വേലുവേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, രതീഷേട്ടനും ഉണ്ടായില്ല, കിരൺ സാറും ഉണ്ടായില്ല, നിങ്ങളൊക്കെ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോ, അതൊന്നും ഇല്ല അമലു, വാ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ കിരണിനെയൊക്കെ സമാധാനം ഉണ്ടെങ്കിലും എന്തോ ഒരു വല്ലാത്തൊരു ഒരു ബുദ്ധിമുട്ട് പോലെ, ഒരാളുടെ മരണം മുമ്പിൽ കണ്ട് പായൽ കെട്ടിത്തൂക്കി ഒരു സ്ഥലത്ത് വെച്ചേക്കണല്ലേ. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എല്ലാവരുടെ മുഖത്തും ഉണ്ട് കേട്ടോ. കിരൺ അപ്പൊ കണ്ണുകൊണ്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കണ്ട്, നിങ്ങൾ കഴിച്ചിട്ട് അപ്പൊ തന്നെ വണ്ടിയായിട്ട് പോയിക്കോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ കല്യാണി ചോദിക്കണ്ടേ, എന്താ കിരണേട്ടാ നിങ്ങൾക്കൊക്കെ എന്തോ വല്ലാത്തൊരു ഇതുപോലെ, കിരണേട്ടനും രതീഷേട്ടനും അതുപോലെ തന്നെ വേലും എന്തോ മറയ്ക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, ഇല്ല കല്യാണി നീ മര്യാദക്ക് ഭക്ഷണം കഴിക്കുക എന്ന് പറയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ കാർത്തികേയന്റെ ദിലീപിന്റെ അമ്മ പറയുന്നുണ്ട്, 3 മണിക്ക് മുമ്പാണ് വീട്ടിൽ കയറേണ്ടത് എന്ന് പറയാണ്. സമയം ഇപ്പൊ തന്നെ ആയല്ലോ, 2 മണിയായി എന്ന് പറയണം. അപ്പൊ ഞങ്ങളൊന്ന് ഇറങ്ങിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ കാർത്തിക കരയുമായിട്ട് അമ്മേനെ കെട്ടിപ്പിടിച്ചിട്ട് ദിലീപ് പറയുന്നുണ്ട്, ആഹാ കാർത്തിക് ഇത്ര നേരം നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയായിരുന്നല്ലോ, ഒരുത്തൻ കാരണം ജീവിതമേ വേണ്ടെന്ന് വെച്ച പെണ്ണാണ് കാർത്തിക. അപ്പൊ അങ്ങനത്തെ ഒരു പെൺകുട്ടിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ജീവിതം തന്നെ ഞാൻ കൊടുക്കും അമ്മ, ഇവളുടെ കാര്യത്ത് ഒരു ടെൻഷനും വേണ്ട. എന്റെ അമ്മ ഇവളുടെ അമ്മേനെ പോലെ തന്നെ സ്വന്തം മോളെ പോലെ തന്നെ കാർത്തികനെ നോക്കും. കാരണം എന്റെ അമ്മയും അച്ഛനും ഒരു പെൺകുഞ്ഞിനെ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. സത്യം പറഞ്ഞ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഒരു അനിയത്തിയോ അനിയത്തിയൊക്കെ വേണം ഭയങ്കര വാശി പിടിക്കുന്ന സമയത്ത് ഒരു പെൺകുഞ്ഞിനെ വേണ്ടി ഇവര് പോവാത്ത അമ്പലങ്ങളില്ല, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഇല്ല. ആ സമയത്ത് കുറെ നാൾ കഴിഞ്ഞപ്പോ എന്നോട് അമ്മയും അച്ഛനും ഒരു കാര്യം പറയായിരുന്നു, ഞങ്ങൾക്ക് ദൈവം ഒരു പെൺകുഞ്ഞിനെ തന്നില്ല, പക്ഷെ നീ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ആരാണെങ്കിലും ഞങ്ങൾക്ക് അവള് സ്വന്തം മകളായിരിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാർത്തിക എന്തായാലും എന്റെ അമ്മയുടെ കൂടെ സ്വന്തം അമ്മേനെ പോലെ തന്നെ ജീവിക്കും. പിന്നെ ഒരുത്തരുണ്ട് ഗംഗപ്രസാദ്, അവനെ മാത്രമേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. എന്തായാലും ഇപ്പൊ എന്തായാലും മാധ്യമങ്ങളും ടിവിയിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ടാവും കാർത്തികയുടെ എന്റെയും വിവാഹം കഴിഞ്ഞു എന്ന്. ഇപ്പൊ അവൻ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, കാര്യം അറിഞ്ഞിട്ട് അവൻ വരേണ്ട സമയമായി, ഇതുവരെ വന്നിട്ടില്ല. അതിനർത്ഥം അവൻ എന്തെങ്കിലുമൊക്കെ അവന് സംഭവിച്ചു കാണുമായിരിക്കുന്നു എനിക്ക് തോന്നുന്നു എന്ന് ദിലീപ് പറയുന്നുണ്ട്. അപ്പൊ കാർത്തികൻ പറഞ്ഞിട്ട് എന്റെ മനസ്സും അങ്ങനെ തോന്നുവാണ്, അവൻ എന്തോ സംഭവിച്ചു എന്ന്. ലക്ഷ്മണൻ പറയേണ്ടതേ, നിങ്ങൾ ഈ സമയത്ത് അവന്റെ കാര്യമൊന്നും പറയല്ലേ, സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറ്. അമ്മേ ഞാൻ പോകുവാട്ടോ, മോളെ തൊട്ടടുത്ത് തന്നെയല്ലേ, എപ്പോ വേണമെങ്കിലും വരാലോ, വരുവും പോവുകയൊക്കെ ചെയ്യാം. പിന്നെ നിന്റെ കൂടെ കിരണും കല്യാണിയും വരുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വരുന്നുള്ളൂ. കിരൺ പറയുന്നുണ്ട് കല്യാണി ഞാൻ കൂടെ പോണോ? വേണം വേണം, നമുക്ക് പോയിട്ട് രാത്രിയാകുമ്പോ തിരിച്ചു വരാം. അല്ല കിരണി നീ വേണമെങ്കിൽ അവിടെ നിന്നോ, ഞാൻ പിന്നെ വരാം, കിരണേട്ടനും കൂടി വാ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ് കല്യാണി. അങ്ങനെ കിരൺ ഒരു സെക്കൻഡ് ഞാൻ രതീഷിനോട് വേലുവിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ വേലുവിന്റെ രതീഷിന്റെ അടുത്തേക്ക് പോകുവാട്ടോ. കിരൺ പറയുന്നുണ്ട് ചെക്കനെ
ചെക്കനെയും പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് ആക്കാൻ വേണ്ടി ഗൃഹപ്രവേശനത്തിന് എന്നെയും കൂടി വിളിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും പോയിട്ട് വരാം, ആരും ഇല്ലെങ്കിലും ശരിയാവില്ലല്ലോ. അവർക്കൊന്നും അറിയില്ലല്ലോ ഗംഗ മരിച്ച കാര്യം. അപ്പൊ മനസ്സിലൊരു ചെറിയ പേടിയും ഉണ്ടാകും. ഞാൻ പോകുന്നതോ നല്ലത്. പിന്നെ അച്ഛനും നിങ്ങളും എല്ലാവരും കൂടിയിട്ട് പോയിക്കോ രതീഷ്. പിന്നെ എന്റെ വണ്ടിയിൽ നിങ്ങൾ മാത്രം കയറിയാൽ മതി, വേറെ ആരെയും കേറ്റണ്ട. അവരെല്ലാരും ഒരൊറ്റ വണ്ടിയിലാക്കി കൊണ്ടുപോയിക്കോ. ശരി സാറേ, ഞങ്ങൾ നോക്കിക്കോളാം, സാറൊന്നും കൊണ്ട് പേടിക്കണ്ട. സാറ് വരുന്ന മുമ്പ് ഞങ്ങൾ പിന്നാമ്പുറത്ത് ഒരു കുഴി എടുത്തു വെച്ചേക്കാം എന്ന് വേലു പറയുന്നുണ്ട്. അത് മതി, ഒരു കുഴി കുഴിച്ചു വെച്ചേക്ക്. പിന്നെ ആരും കാണാതെ വേണം ഇതെല്ലാം തന്നെ ചെയ്യാനായിട്ട്. പറമ്പിൽ ഒരുപാട് സ്ഥലമുണ്ട്, ഏറ്റവും അറ്റത്ത് തന്നെ ഒരു കുഴി കുഴിച്ചാൽ മതി. ശരി സാറേ എന്ന് പറയണം. അങ്ങനെ കിരണും കല്യാണിയും കാർത്തികയും ദിലീപിന്റെ അമ്മയും കൂടി കാറിൽ കയറാണ്. അവരങ്ങനെ അപ്പൊ കല്യാണം ചോദിക്കണ്ടല്ല, കിരണേട്ടന്റെ കാർ എടുക്കുന്നില്ലേ? വേണ്ട കല്യാണി, എന്തിനാ 2 കാറില്, ഒറ്റ കാറിൽ പോയാ പോരെ എന്ന് ചോദിക്കാണ്. അത് മതി എന്ന് ദിലീപും പറയുന്നുണ്ട്. അങ്ങനെ പ്രകാശിനെ കെട്ടിപ്പിടിച്ച് കാർത്തിക കരയുമ്പോ പ്രകാശൻ പറഞ്ഞു, മോൾ ഇതിനെ കരയുന്നത്? എനിക്ക് സന്തോഷമായി മോളെ, നല്ല യോഗ്യനായിട്ടുള്ള ഒരാളെ തന്നെ മോൾക്ക് വിവാഹം കഴിച്ച് കൊടുക്കാൻ പറ്റിയല്ലോ. പിന്നെ മോൾക്ക് ഇതിലും നല്ലൊരു പയ്യൻ ഇനി ഒരിക്കലും കിട്ടില്ല. എല്ലാത്തിനും മോളുടെ കൂടെ ഇവൻ സപ്പോർട്ട് ആയിട്ടുണ്ടാവും. കിരണിനെ പോലെ മോൾക്ക് കിട്ടിയ നല്ലൊരു ആളെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് കാർത്തികിനെ പറഞ്ഞു വിടാണ്. അതിനുശേഷം പ്രകാശൻ കരയുന്നില്ല കേട്ടോ. ലക്ഷ്മി സമാധാനിപ്പിക്കുകയാണ്, പ്രകാശേട്ട ഇങ്ങനെ കരയല്ലേ, ഒന്നത്തെ കാര്യം മോളും ആകെ കരഞ്ഞ് വിഷമിച്ചിട്ടാണ് പടി ഇറങ്ങണത്. മോൾ എന്റെ അടുത്ത് ഇതുവരെ മാറി നിന്നിട്ടില്ല. അതിന്റെ കൂടെ പ്രകാശേട്ടനും കൂടി ഇങ്ങനെ കരയല്ലേ, മോൾക്ക് വിഷമവും. ഒന്നുമില്ല ലക്ഷ്മി, എനിക്ക് 3 പെൺമക്കളുണ്ടായിരുന്നു. കാദംബരിയുടെ വിവാഹം നടത്തിയെന്നേ ഉള്ളൂ, ഒരു വഴിപാട് പോലെ നടത്തിയതാ. അവള് നല്ല രീതിയിലൊന്നും നടത്തി വിട്ടിട്ടില്ല. പിന്നെ കൂട്ടത്തിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നടത്തി. കല്യാണിയുടെ വിവാഹമാണെങ്കിലോ പ്രാഗി വെറുത്തിട്ടാണ് ഞാൻ നടത്തി കൊടുത്തത്. ഇപ്പൊ കാർത്തികമുള്ള വിവാഹമാണ് മനസ്സാണ് നടത്തി കൊടുക്കുന്നത്. അതുകൊണ്ടാന്നറിയില്ല എന്തോ വല്ലാത്ത സങ്കടമൊക്കെ വരുവാണ്. ഇങ്ങനെ ഇരിക്കുമല്ലോ എല്ലാ അച്ഛനമ്മമാരും, പെൺമക്കളെ പറഞ്ഞു വിടുമ്പോൾ ഒരു വിഷമം. പെൺമക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇതാ കുഴപ്പം, വേറൊരു വീട്ടിലേക്ക് വിടുമ്പോൾ വല്ലാത്തൊരു വിഷമമായിരിക്കും. പിന്നെ ഇവിടെ ഒരു സമാധാനം ഉണ്ട്, അവരൊക്കെ നല്ലവരായതുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ പെൺമക്കളുടെ ജീവിതമൊക്കെ ഇങ്ങനെയാണല്ലേ ലക്ഷ്മി, 10-25 വയസ്സ് കഴിഞ്ഞാൽ അവര് നമ്മളെ വിട്ട് പോവുമല്ലേ? അയ്യോ അങ്ങനെ പറയില്ലേ പ്രകാശ് ചേട്ടാ, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. ആൺകുട്ടികൾ നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവണമെന്നില്ല, അവർക്ക് നല്ല ജോലിയൊക്കെ ആകുമ്പോൾ അവരും പോകും. മക്കളുടെയൊക്കെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവര് നല്ലൊരു നിലയിൽ എത്തണല്ലേ പ്രകാശ് ചേട്ടാ നമുക്ക് വേണ്ടത്. അതേ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിനെ ചേർത്ത് പിടിക്കേണ്ട പ്രകാശൻ. അപ്പൊ പ്രകാശിന്റെ ഭാര്യയായിട്ട് ഇനി ലക്ഷ്മി ആയിരിക്കും ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ പോകുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ വേലും രതീഷും കൂടിയിട്ട് ഈ ഒരു ഡെഡ് ബോഡി കൊണ്ട് കിരണിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആർക്കും ഒരു സംശയമില്ല, ഡെഡ് ബോഡി വണ്ടി എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട്. ആരും കാണാതെ പുറത്ത് വെക്കണമല്ലോ. പക്ഷെ അതിന് തുറക്കുമ്പോ ആരാണെന്നുള്ളതിലാണ് ഒരു ട്വിസ്റ്റ് കേട്ടോ. കാരണം ഗംഗ ആണെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്, അവൻ മരിച്ചു എന്ന് വിചാരിക്കുന്നുണ്ട്. കിരൺ ഇങ്ങനെ ശ്വാസം ഉണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് അവനിങ്ങനെ ശ്വാസം ഇങ്ങനെ വിടാതെ ഇങ്ങനെ പിടിച്ചു നിന്നാലും മതിയല്ലോ. അപ്പോ ചിലപ്പോ ഇങ്ങനെ മരിച്ച ജീവനോടെ വന്ന ജാതി ആയിരിക്കും ഗംഗ. മരിക്കാനാണ് കൂടുതൽ ചാൻസ്. പക്ഷെ ഗംഗ ഇങ്ങനെ പെട്ടെന്ന് മരിക്കുന്ന ഒരാളാണോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ഒരാൾ മരിക്കുമ്പോഴേക്കും ഒരാഴ്ചത്തെ എപ്പിസോഡ് എന്തായാലും ഉണ്ടാകും. പക്ഷെ ഗംഗ 2 ദിവസത്തെ എപ്പിസോഡ് കൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി ആ പായ തുറക്കുമ്പോഴേക്കും അതിൽ വേറെ ആരെങ്കിലൊക്കെ ആയിരിക്കും എന്നാ എനിക്ക് തോന്നുന്നത്. ഒന്നില്ലെങ്കിൽ 2 ഓപ്ഷൻ ആയിരിക്കും. ഒന്നില്ലെങ്കിൽ അതിൽ ഗംഗയില്ല, അതിലാരുമില്ല. രണ്ടാമത്തെ ഓപ്ഷൻ ഗംഗനെ തലക്കടിച്ചതാണ് മനോഹർ. അതിന്റെ എന്തെങ്കിലുമൊക്കെ കലപ്പിൽ മനോഹറിനെ കെട്ടിപ്പൊക്കി പായലാക്കിയതാണോന്നും അറിയില്ല. എന്തായാലും കാത്തിരുന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നാളത്തെ എപ്പിസോഡിൽ എന്താണ് നമുക്ക് അത് അറിയാൻ സാധിക്കും കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ.